ഗുഡ് മോർണിംഗ്. അബീന മാം സ്റ്റാർട്ട് ചെയ്തോളൂ. Okay, thank you. Good morning, all. Good morning. Good morning. എല്ലാവരെയും ഈ ഒരു മോർണിംഗ് സർക്കിളിൽ 5:30 നമ്മൾ ഈ ഒരു മോർണിംഗ് സർക്കിളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നതിന് ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നമ്മളെല്ലാവരും നല്ലൊരു മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് നല്ലൊരു മൈൻഡൊക്കെ റിലാക്സ്ഡ് ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഹാപ്പിനെസ് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? യെസ് യെസ്. അപ്പൊ നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഓരോരുത്തരുടെയും മൈൻഡിലേക്ക് ഓടി വരുന്ന ഒരു സംഭവം എന്ത് കിട്ടുമ്പോഴാണ് നമുക്ക് ഹാപ്പി ആവാൻ പറ്റുകയെന്നാണ് ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. സമാധാനം കിട്ടുമ്പോഴും. സമാധാനം കിട്ടുമ്പോൾ ലത്തീഫ് സാറിനെ സംബന്ധിച്ച് സമാധാനം കിട്ടുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെയും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ മൈൻഡിലേക്ക് വരുന്നത് ഓരോ രീതിയിലായിരിക്കും. ഒരു ഫിനാൻഷ്യലി ഒരു സെറ്റിൽഡ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആവുമ്പോഴായിരിക്കും അയാളെ സംബന്ധിച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക എന്ന് അയാൾ വിചാരിക്കുന്നത്. ഇനി സ്പിരിച്വലി ഒരു സ്പിരിച്വൽ ലെവലിലാണ് ഒരാൾ ചിന്തിക്കുന്നതെങ്കിൽ അയാൾ സ്പിരിച്വലി എൻഗേജ്ഡ് ആവുമ്പോഴായിരിക്കും അയാൾക്ക് ഹാപ്പി ആവുക. ഒരാൾ ഫിസിക്കലി ഓക്കെ അല്ല, അയാൾ ഹെൽത്തി അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് എനിക്കൊരു ആരോഗ്യം കിട്ടണം, അല്ലെങ്കിൽ ആ ആരോഗ്യത്തിലേക്ക് ഒരു നടക്കാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ച് എനിക്കൊന്ന് നടക്കാൻ കഴിയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്നായിരിക്കും അയാൾ വിചാരിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും മോർണിംഗ് സർക്കിളിലുള്ള എല്ലാവരും നന്നായിട്ട് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രാവിലെ ഈ എഴുന്നേറ്റ് വന്ന് ഈ ഒരു ഇതിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ തന്നെ ആ ഒരു നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് എവിടെ നിന്നാണ് ഹാപ്പി കിട്ടുക, ഹാപ്പിനെസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ എവിടെ പോയാലും കിട്ടില്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടെത്തണം. യെസ് യെസ് എക്സാക്ട്ലി, അതാണ് നമ്മൾ സ്വന്തം തീരുമാനിക്കണം അല്ലെ. ദ ഹാപ്പിനെസ് ലൈസ് വിത്തിൻ യുവർ സെൽഫ് ആണ് അല്ലെ. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ് കിടക്കുന്നത്. നമുക്കിപ്പോ ഒരു ടൂറ് പോയാൽ ചിലരൊക്കെ പറയുന്ന കേൾക്കാം, നമുക്ക് ടൂറ് പോകാൻ ഹാപ്പി ആവാൻ വേണ്ടിയിട്ടൊന്ന് ടൂർ പോവാം. അതൊക്കെ ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ്. പക്ഷെ അതൊക്കെ നമ്മൾ വിചാരിക്കണം. എവിടെ പോയാലും നമുക്ക് ഹാപ്പി ആവാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കണം. നമ്മൾ ഹാപ്പി ആവണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ അക്കോർഡിംഗ് ടു WHO നമുക്കറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഹാപ്പിനെസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് വേർ യു ക്യാൻ റിയലൈസ് യുവർ പൊട്ടൻഷ്യൽ, കോപ്പ് വിത്ത് നോർമൽ ലൈഫ് സ്ട്രെസ്സസ്, വർക്ക് പ്രൊഡക്റ്റീവ്ലി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു യുവർ കമ്മ്യൂണിറ്റി. ഇതാണ് ലോകാരോഗ്യ സംഘടന ഇതിന് സന്തോഷം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ കഴിവുകൾ, നമ്മുടെ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും അല്ലെ. ഈ കഴിവുകൾ സ്വന്തമായിട്ട് തിരിച്ചറിയുകയും അത് ജീവിതത്തിൽ നമ്മുടെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, ഓവർകം ചെയ്യാൻ പറ്റുകയും നമ്മുടെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങൾ നീക്കാനും അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റാന്നാണ് WHO പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ സാധാരണ വിചാരിക്കാറുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്കാണ് സക്സസ് ഉണ്ടാവുക എന്നാ പറയാം. നമ്മൾ നോർമലി എന്താ വിചാരിക്കുക, സക്സസ് ഉണ്ടായ ആളുകൾക്കായിരിക്കും ഹാപ്പി ആവാൻ കഴിയുക എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, നേരെ ബാക്ക്വേർഡ് ആണ് ചിന്തിക്കേണ്ടത്. നമുക്ക് സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ജീവിതത്തിൽ പോസിറ്റീവ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു സക്സസ് ലൈഫ് നയിക്കാനും പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്.
രണ്ടാമത്തെ എന്ന് പറയുന്നത് ബെറ്റർ റിലേഷൻഷിപ്സ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, ചില ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും എന്ന് പറയാറുണ്ട് അല്ലെ? നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടില്ലേ? ചില ആളുകളുടെ പ്രസൻസ് ഒരു നല്ലൊരു ഹാപ്പിനെസ്, ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാറില്ലേ? അതെ അതെ അതെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചില ആളുകൾ വരുമ്പോഴാണെങ്കിൽ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യാറും ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ പോസിറ്റിവിറ്റി, ആ ഒരു ഹാപ്പിനെസ് നമുക്ക് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനായിട്ട് പറ്റുക. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, മറ്റുള്ളവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു സോഷ്യൽ റിലേഷൻഷിപ്സ്, നല്ലൊരു റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് സ്ട്രെസ് കുറവായിരിക്കും. ഈ നമുക്കറിയാം, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ അവരെപ്പോഴും എന്ത് ചെയ്യും, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും എന്താ, നമ്മൾ ലൈഫിലാവുമ്പോൾ എല്ലാവർക്കും അപ്പും ഡൗണും ഒക്കെ ഉണ്ടാവും അല്ലെ? ഒരാളും ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളും ഉണ്ടാവില്ല. പക്ഷെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതിലാണ് അതിന്റെ ആ ഒരു വിജയം ഇരിക്കുന്നത്. നമുക്ക് ഈ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാൽ തന്നെ അവരെന്ത് ചെയ്യും, അവരതിനെ ഇതൊക്കെ ലൈഫിന്റെ പാർട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് പഠിക്കും. അതായത് അവർക്ക് അറിയാം അതിനെങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് ലോങ് ലീവ്സ് ഉണ്ടാവും. അവര് നന്നായിട്ട് ഈ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകൾ എപ്പോഴും നല്ല നല്ല ശീലങ്ങളായിട്ട് കൊണ്ടുവരാം. ഇപ്പൊ നമ്മുടെ മോർണിംഗ് സർക്കിളിലുള്ള ആളുകളെ പോലെ തന്നെ നമ്മൾ രാവിലെ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നല്ലൊരു നമുക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ആ രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യും, പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യും. അങ്ങനത്തെ നല്ല നല്ല ശീലങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നല്ല ഫുഡും ആയിരിക്കും അവർ കഴിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് മൂലം എന്തുണ്ടാവും, നല്ല ഒരു ലോങ് ലീവ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ജപ്പാനിലെ ഒരു എന്താ സ്ഥലമുണ്ട്, ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ജപ്പാനിൽ നോർമൽ ഒരു എന്താ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 83 ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒക്കിനാവയില് എന്താ 94 ആണ് അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അവര് അവരുടെ ചോദിച്ചപ്പോ പറഞ്ഞ കാര്യം എന്താണ്, അവര് കുറച്ച് മാത്രം ഒരു 80% അല്ലെങ്കിൽ ഒരു 70% അവര് ഫുഡ് കഴിക്കുള്ളൂ. അവര് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും. അവരെന്ത് ചെയ്യും, എപ്പോഴും ഇപ്പൊ ഈ 94 ഏജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കോലൊക്കെ കുത്തിപ്പിടിച്ചിട്ട് നടക്കുന്ന ഒരു ഏജ് ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ നല്ല എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടാണ് അവർ അവരുടെ ജീവിതം കൊണ്ടുപോകുന്നതെന്നാണ്. അവരെന്ത് ചെയ്യുക, കിളയ്ക്കുക, അതുപോലെ തന്നെ അങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവര്. അപ്പൊ നമുക്കറിയാം, ഈ ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ആയുസ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുകയും അതുപോലെ തന്നെ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ലൈഫ് ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ ക്രിയേറ്റീവ് ആയിരിക്കും. ഇവരെപ്പോഴും ഈ സന്തോഷമുള്ള ആളുകൾ എന്ത് ചെയ്യാം, കൂടുതൽ ക്രിയാത്മകമായിട്ട് ചിന്തിക്കും. അപ്പോൾ ഇവര് എപ്പോഴും പുതിയ പുതിയ ഐഡിയാസ് ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവര് അതിനും പുതിയ പുതിയ, അതായത് വ്യത്യസ്തമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും ഒക്കെ ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയിലൂടെ എല്ലാം ആ രീതിയിൽ കാണുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, നല്ലോണം ക്രിയേറ്റീവ് ആയിട്ട് അവർ മാറുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോർ ജനറസ് ആയിരിക്കും ഇവര്. മറ്റുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവര് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തം കാര്യം മാത്രമല്ല ഇവര് നോക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ ഇവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് ശരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് സ്വന്തം കാര്യങ്ങളിൽ പരിമിതപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളും മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷം കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് കിട്ടുക അല്ലെ? അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? മറ്റുള്ള ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അവരുടെ സന്തോഷം കൂടി നമുക്ക് കാണുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും അല്ലെ?
അപ്പോൾ ആ രീതിയിൽ ഇത്രയാണ് ഈ 6 പോയിന്റ്സ് ആണ് ഇങ്ങനെ ഇവരെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. അവർ സക്സസ്ഫുൾ ആയിരിക്കും, അതുപോലെ തന്നെ ബെറ്റർ റിലേഷൻഷിപ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ അവർക്ക് സ്ട്രെസ് കുറവായിരിക്കും, പിന്നെ ലോങ് ലീവ് ആയിരിക്കും അവർക്ക്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിരിക്കും, പിന്നെ ജനറസ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ക്വാളിറ്റീസ് ആണ് ഈ ഹാപ്പി പീപ്പിളിന് ഉണ്ടാവുക. പിന്നെ നമുക്കറിയാം, നോർമലി നമ്മൾ ഹാപ്പി അല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് നമ്മൾ പറയുന്നത് എന്തിനായിരിക്കും? അവള് ഒട്ടും ഹാപ്പി അല്ല കേട്ടോ, അവള് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലാണ്. എന്താന്നാ പറയാ നമ്മള് നോർമലി പറയാറുള്ള ഒരു ടേം ആണ് എന്താ? ഡിപ്രസ്ഡ് ആണെന്നാണോ? ലോ മൂഡ്. അത് തന്നെ നമ്മൾ പറയാ ഡിപ്രസ്ഡ് ആണ്. ഇപ്പൊ ഒരു ദിവസം ഉണ്ടാതിരുന്നാലും അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടായിരുന്നാൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു ടേം ആണ് ഡിപ്രസ്ഡ് ആണ് എന്ന് പറയാം. പക്ഷെ ഡിപ്രസ്ഡ് ആണെന്ന് പറയുമ്പോഴും നമുക്കറിയാം ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളത്. അതായത് ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാഡ്നെസ്, അതായത് 2 വീക്സോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലായിരിക്കണം, നമ്മൾ എപ്പോഴും സാഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സിംറ്റം എന്ന് പറയുന്നത് ഡിപ്രഷന്റെ. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പണ്ട് നമ്മൾ പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ചെയ്ത് നമ്മൾ ഹാപ്പി ആയിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. ആ ഒരു അവസ്ഥേനാണ് എന്ത് പറയുന്നത്, ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉറക്കം ഇല്ലാത്ത അവസ്ഥ, ഒട്ടും ഉറക്കം കിട്ടുന്നില്ല, കിടക്കും പക്ഷെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഉറക്കം മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ചില ആളുകൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും എക്സ്ട്രീംസ് ആയിരിക്കും. ഉറക്കം ഒട്ടും ഇല്ലാത്ത അവസ്ഥയും അതുപോലെ തന്നെ ഭയങ്കര ഉറക്കമായിരിക്കും. അവൾ എപ്പോഴും ഉറക്കാന്ന് നമുക്ക് പറയാം. ചില സമയത്ത് ചില ആളുകൾ പറയാറ് അവനല്ലെങ്കിൽ അവന് എപ്പോഴും ഉറക്കാണ്, എഴുന്നേക്കാറേ ഇല്ല എന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, ഒന്നില്ലെങ്കിൽ ഭയങ്കര വിശപ്പായിരിക്കും ഇവരെ സംബന്ധിച്ച്. ചില ആളുകൾ പറയാറുണ്ട് എന്താ, എനിക്ക് കുറെ ഫുഡ് കഴിക്കുമ്പോഴാണ് ആ ടെൻഷൻ ഒന്ന് മാറി കിട്ടിയത് ആ ഫുഡ് ഒന്ന് കഴിച്ചപ്പോഴാണ് എന്ന് പറയാറുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് എനിക്ക് ആ ടെൻഷൻ കാരണം ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്നും പറയുന്ന ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഫുഡ് കഴിക്കാണ്ടിരിക്കും. ചിലവര് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ അതിലൂടെയൊക്കെ നമ്മൾ റിലീഫ് ആവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞു, ഇത് ഒരു 2 വീക്സോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ ഈ ഒരു ഇത് പെർസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ആണ് നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാൻ ആയിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവർക്ക് എന്താ, എപ്പോഴും ഭയങ്കര ക്ഷീണമായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, എപ്പോഴും ഇങ്ങനെ കിടക്കണം എന്നൊക്കെ ഒരു മെന്റാലിറ്റി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. പിന്നെ എന്താ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്തപ്പോ ഞാൻ തീരുമാനം എടുക്കുക, അത് എങ്ങനെയാ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാവും. പിന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റബിലിറ്റി, ഫ്രസ്ട്രേഷൻ, പെസിമിസ്റ്റിക് ആയിരിക്കും ഇവര്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ, പെട്ടെന്ന് ദേഷ്യം വരും, അവർക്ക് ഇറിറ്റേറ്റഡ് ആവും. പിന്നെ ആ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്ന് ഒരാൾ വിചാരിച്ചു. അപ്പം ഇപ്പൊ ഹാഷിം വിചാരിക്കുകയാണ് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം, ഇന്ന് ഞാൻ ആ ഗാർഡൻ സെറ്റ് ചെയ്യും എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചു. അപ്പൊ അത് ഒന്ന് ട്രൈ ചെയ്തു, പറ്റിയില്ല. അപ്പൊ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ഒന്നും കൂടിയും ട്രൈ ചെയ്തിട്ടും അത് പറ്റാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി. ഇതെനിക്ക് പറ്റുന്നില്ലല്ലോ, ഇതെന്ത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത, എത്രയോ ആണുങ്ങളൊക്കെ നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ആക്കുന്നുണ്ടല്ലോ, എനിക്കെന്താ ഇത് ചെയ്യാൻ പറ്റാത്ത. അപ്പൊ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പിന്നെ വിചാരിക്കാണ്, എന്നെ കൊണ്ട് പറ്റൂല ഈ സംഭവം, ഇത് എന്നെ കൊണ്ട് നടക്കുന്ന സംഭവമല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കത് അതായത് നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് ചിന്തിക്കുന്നതിനാണ് എന്ത്, പെസിമിസ്റ്റിക് ആവുക എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക. പിന്നെ നമുക്ക് ഓരോ ഫിസിക്കൽ പെയിൻസ് നമുക്ക് ഉണ്ടാവും. നമുക്ക് നമ്മുടെ മെന്റലി നമ്മൾ ഓക്കെ അല്ലെങ്കിൽ, നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമുക്ക് പല വേദനകൾ നമുക്ക് അനുഭവപ്പെടും അല്ലെ. നമുക്കറിയാം, നമുക്കിപ്പോ ഒരു പനി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബോഡി പെയിൻ ഉണ്ടാവും, അങ്ങനെ പല വേദനകളും ഉണ്ടാവും. പക്ഷെ ആ ബോഡി പെയിൻ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, ഇന്ന് നമ്മൾ ആ ഒരു പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ഉണ്ട്, അതിലേക്ക് നീയും കൂടി വാ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ ബോഡി പെയിൻ, നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, വെറും ഒരു ബോഡി പെയിൻ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും,
എന്നാൽ നമുക്ക് പോവാം, സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേഗം തന്നെ എഴുന്നേറ്റ് റെഡി ആയിട്ട് പോണ ഒരു അവസ്ഥ ഉണ്ടാവും. നമുക്ക് ആ പനിയൊക്കെ നമുക്ക് അവിടെ പോകുന്നത് നമുക്ക് കാണാം. പക്ഷേ ഈ ബോഡി പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മെന്റലി നമ്മൾ ഓക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ബോഡി പെയിനും അതുപോലെ തന്നെ ചിലർക്ക് അത് സ്റ്റൊമക് പെയിൻ ആയിരിക്കും, ചിലർക്ക് അത് ഷോൾഡർ പെയിൻ ആയിരിക്കും, ചിലർക്ക് ഹെഡ് ഏക്ക് ആയിട്ടായിരിക്കും. അങ്ങനെ പല വേദനകളായിട്ട് ഇവർക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ എന്താ റെക്കറന്റ് തോട്ട്സ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ സൂയിസൈഡിനെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഡിപ്രഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോ ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ബ്രെയിനിൽ കുറെ ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു എനർജി, അതായത് ഒരു കെമിക്കൽസ് പാസ് ചെയ്തിട്ടാണ്. നമുക്ക് അത് നേരത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കെമിക്കൽസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ്. അതിനാണ് ആ കെമിക്കലിനെയാണ് എന്ത് പറയുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തില് 4 ഹാപ്പി ഹോർമോൺസ് ആണ് ഉള്ളത്. ഇതിനെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് ഡോസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ഓർത്തിരിക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റത്തെ എന്താണ്, ഡോപ്പമിൻ ആണ് അല്ലെ? ഡോപ്പമിൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ഹാപ്പി ഹോർമോൺ, പിന്നെ ഓക്സിറ്റോസിൻ, പിന്നെ എസ് എന്ന് പറയുന്നത് സെറട്ടോണിൻ, ഇ എന്ന് പറയുന്നത് എൻഡോർഫിൻ. ഈ രീതിയിൽ നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് ഡോസ് എന്ന് പറയുന്നത്. അപ്പൊ ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ. അപ്പൊ നമുക്ക് ഈ ഡോപ്പമിൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഹോർമോൺ ആണ്. അതൊരു റിവാർഡ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ ഹോർമോൺ എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ മെയിൻലി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇന്നലെ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, ഡിജിറ്റൽ ഇതിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു നോ സ്ക്രീൻ ടൈം ഒക്കെ നമുക്ക് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കുമ്പോഴൊക്കെ നമുക്ക് എന്താണ്, നമുക്കിത് ഈ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതെന്താണ്, ഡോപ്പമിൻ ഹൈപ്പാണ്. ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റ് ഹാപ്പി ഹോർമോൺ ആണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ലൂസ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. അത് നിലനിൽക്കില്ല. നമുക്ക് അറിയാവുന്നതാണ്, ഈ കുട്ടികളൊക്കെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ തന്നെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ റീൽസും ഇതൊക്കെ നമ്മൾ ഷോർട്സ് ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താ, ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഇങ്ങനെ കിട്ടി അത് അങ്ങോട്ട് തീർന്നു പോകുമ്പോഴത്തേക്കും നെക്സ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ മാറ്റും, അടുത്തത് നമുക്ക് കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനനുസരിച്ചിട്ടാണ് ഈ റീൽസും ഷോർട്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം, ഇത് കിട്ടുന്നത് ഡോപ്പമിൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഈ ഡോപ്പമിൻ നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡോപ്പമിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടൂല. പക്ഷെ ഇത് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഈ ഡോപ്പമിൻ നമുക്ക് വേണം. ഈ പാർക്കിൻസൺസ് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഡോപ്പമിൻ ഭയങ്കര ലോ ആയിട്ടാണ് അവർക്ക് പാർക്കിൻസൺസ് ഒക്കെ വരുന്നത്. അതായത് പെട്ടെന്നൊരു സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ അവർക്ക് ഉണ്ടാവും. അത് ഈ ഡോപ്പമിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് ഒരു ഗോളൊക്കെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ഡോപ്പമിൻ ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. പിന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ, അതായത് സക്സസ് ഒക്കെ വരുമ്പോൾ നമുക്ക് സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ ഡോപ്പമിൻ ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡോപ്പമിൻ ഹൈപ്പ് കിട്ടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക, അതുപോലെ തന്നെ മ്യൂസിക് ലിസൺ ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഒരു ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നത് കുറച്ച് സമയം മാറ്റി വെക്കാം എന്ന് തീരുമാനിച്ചിട്ട് അത് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ എന്താണ്, ഈ ഡോപ്പമിൻ ആണ്. ഞാൻ അത്രയും നേരം അത് യൂസ് ചെയ്യാതിരുന്നല്ലോ, അപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡോപ്പമിൻ കിട്ടാനായിട്ട് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ആൽമണ്ട്, അവക്കാഡോ ഒക്കെ യൂസ് ചെയ്യുന്നത് മുഖേന ഈ ഡോപ്പമിൻ കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോ രാവിലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്, ഡോപ്പമിൻ ഇൻക്രീസ് കിട്ടുന്ന സംഭവങ്ങളാണ്.
പിന്നെ നമുക്ക് പിന്നെ അടുത്തതാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. അതൊരു മൂഡ് സ്റ്റെബിലൈസർ ആണ്. നമുക്കറിയാം നമ്മളൊരു കാമായിട്ട് നിലനിർത്തുന്ന ഒരു ഹോർമോണാണ് എന്ത് ഈ സെറട്ടോണിൻ എന്ന് പറയുന്നത്. എപ്പോഴും നല്ല രീതിയിൽ എന്താ കാമായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ സെറട്ടോണിൻ ആണ്. സാധാരണ ഈ സ്ട്രെസ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ വരുന്ന ആളുകൾക്ക് ഈ ഒരു ഇതിന്റെ സെറട്ടോണിന്റെ കണ്ടന്റ് ഉള്ള മെഡിസിൻ ആണ് കൊടുക്കുക. ആന്റി ഡിപ്രഷൻ, സെറട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമാണ് കൊടുക്കാറുള്ളത്. ഈ ഇത് നമുക്ക് കിട്ടുന്നത് നമുക്ക് സൺലൈറ്റിലൂടെ വെറുതെ സൺലൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഈ സെറട്ടോണിൻ ഇൻക്രീസ് ആവുന്നുണ്ട്. പ്രകൃതിയിലൂടെ വെറുതെ നടക്കുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നീന്തുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ, നല്ലൊരു മസാജ് കൊടുക്കുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ പെറ്റ്സിനെയൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ, പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു കാമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഫീലൊക്കെ എന്താണ് സെറട്ടോണിൻ കാരണമാണ് നമുക്ക് സെറട്ടോണിൻ ഇൻക്രീസ് ആകുമ്പോഴാണ് നമുക്ക് അതൊക്കെ കിട്ടുന്നത്. പിന്നെ അടുത്തതാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഒരു ലവ് ഹോർമോൺ ആണ്. ഇത് അത് എന്ന് പറയുന്നത് ഒരു ബോണ്ട് ഹോർമോൺ ആണ്. നമുക്കത് ഒരു കണക്ഷൻ ഹോർമോൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതായത് ഇപ്പൊ നമുക്ക് പാർട്ട്ണറുമായിട്ട് ഒരു ഹഗ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കുട്ടികളൊക്കെ ഒന്ന് ഒരു ഹഗ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഓക്സിറ്റോസിൻ ആണ്. നമുക്കറിയാം ചില കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് ഇടയ്ക്കൊന്ന് വന്നിട്ട് ഒരു ചാർജ് കയറ്റുന്ന പോലെ ചിലപ്പോൾ വന്നിട്ട് ഒരു കെട്ടിപ്പിടുത്തം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർത്താനമൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട് അല്ലെ? നിങ്ങൾക്കത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ ഒരു സംഭവം ഓക്സിറ്റോസിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഓടി വരുന്നത്. പിന്നെ ഈ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓക്സിറ്റോസിൻ നമുക്ക് കിട്ടും. പിന്നെ അടുത്തതാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. എൻഡോർഫിൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പെയിൻ കില്ലർ ആണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ എൻഡോർഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പൊ ഞാനത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു സിംഹം ഒരു മാനിനെ ഓടിച്ചിടാണ്. അപ്പൊ ഓടിച്ചിട്ടിട്ട് കടിച്ചു എന്ന് വിചാരിക്കാം. പക്ഷെ ആ മാനിന് എന്ത് ചെയ്യാൻ പറ്റും, ആ വേദന സഹിച്ചിട്ടും മുന്നോട്ട് പോവാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അവിടെ ഒരു പെയിൻ കില്ലർ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ എൻഡോർഫിൻ അവിടെ ആ പെയിൻ കില്ലർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ആ മാനിന് എന്ത് ചെയ്യും, അതിന് ഓടാനായിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നത് ഈ എൻഡോർഫിൻ ആണ്. അവിടെ അതിനെ മരവിപ്പിക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്കും വളരെ വലിയ മുറിവൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചില സമയത്ത് ഇങ്ങനെ ഒരു പെയിൻ കില്ലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? ഭയങ്കര വേദന ഉണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആശ്വാസം കിട്ടുന്നതൊക്കെ ഈ എൻഡോർഫിൻ കാരണമാണ്. എൻഡോർഫിൻ ഉണ്ടാവാനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ എന്താ, പുറത്ത് വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മ്യൂസിക് കേൾക്കുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത്, പിന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നത് ഈ എൻഡോർഫിൻ ഉണ്ടാവാൻ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ പുഞ്ചിരി തന്നെ നല്ല ഒരു എൻഡോർഫിൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ നല്ല ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാമായിട്ടുള്ള നല്ല കോമിക് ഫിലിംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ എൻഡോർഫിൻ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇനി ഇത്രയും എന്താ ഹോർമോൺസ് ആണ് ഉള്ളത്. കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം ആവും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ 4 ഹോർമോൺസ് ആണ്, ഹാപ്പി ഹോർമോൺസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് ആർക്കെങ്കിലും പറയാവോ? ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ ആൻഡ് എൻഡോർഫിൻ. ഓക്കെ. അപ്പൊ ഈ 4 ഹോർമോൺസ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇത് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ ഒരു ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാനുള്ള കാര്യങ്ങളാണ്. ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലെ? നമ്മൾ ദിവസവും നമ്മൾ ഈ ഒരു 4 സ്റ്റെപ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, ഇതിലൊക്കെ നമ്മൾ പലതും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്നും കൂടി മനസ്സറിഞ്ഞ് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ പലതും നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഒരു മെക്കാനിക്കലി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്.
പക്ഷെ അങ്ങനെ ചെയ്യാതെ നമ്മളിത് മനസ്സറിഞ്ഞിട്ട് എന്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് കിട്ടും. നമുക്ക് 4 കാര്യങ്ങൾ, ഈ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 4 കാര്യങ്ങൾ, അതായത് ഈ 4 ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യാനുള്ള 4 കാര്യങ്ങളും കൂടി ഞാൻ പറയാം. അത് ഒന്നാമത്തേത്, നമുക്ക് പലരും ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുക, എല്ലാ ദിവസങ്ങളും 3 അനുഗ്രഹങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ആ എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഒട്ടും നമ്മളെ ഒന്നിനും കൊള്ളൂല എന്നൊക്കെ അതിൽ അങ്ങനെ ചിന്തിക്കുന്ന ആരും മോർണിംഗ് സർക്കിളിൽ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയാണ്, നോർമലി ആളുകൾ ചിന്തിക്കുന്ന അവർക്കൊക്കെ നല്ല കഴിവുണ്ട്, എനിക്കൊട്ടും കഴിവില്ല എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് മുഖേന നമ്മൾ വിചാരിക്കും ഒരു 3 ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴും ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറയുമ്പോൾ ആദ്യം എഴുതാൻ കിട്ടൂല, പിന്നെ എഴുതി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, നിർത്താനും പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 3 ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി എഴുതാനായിട്ട് ശ്രമിക്കാം. പിന്നെ അഫർമേഷൻ കൊടുക്കാം. നമുക്ക് നമ്മളെ സ്ട്രോങ് ആക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മുടെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പറയാം. ഐ ആം വെരി സ്ട്രോങ്, അല്ലെങ്കിൽ ഐ ആം വേർത്തി ഓഫ് ഹാപ്പിനെസ്, അങ്ങനെ ഐ ആം ഐ ആം വെരി സക്സസ്ഫുൾ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സ്ട്രോങ് ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് നല്ലൊരു അല്ലെ, ശരിക്കും ഈ ക്ലാസ് എടുക്കുന്നതിനൊക്കെ മുമ്പൊക്കെ നമുക്കൊരു സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യും, റിലാക്സ്ഡ് ആയിട്ട് ഒരു കൂളായിട്ട് മാറാനായിട്ട് ഈ മെഡിറ്റേഷൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ 4മത്തതാണ് ആക്ട് ഓഫ് കൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളിൽ മാത്രം പരിമിതമാവുകയും അത് നമ്മളിൽ തന്നെ തീർന്നു പോകുന്ന ഒരു സംഭവം. പക്ഷെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, അത് നമ്മൾ അവരുടെ സന്തോഷം കാണുകയാണ്, നമുക്കും അത് മുഖേന എന്ത് ചെയ്യാം, നല്ലൊരു സന്തോഷം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. പിന്നെ ഓ, എന്തായിരുന്നു കേട്ടോ, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. നല്ല Thank ഹാപ്പി you. ആയിരുന്നോ? താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല എഫക്റ്റീവ് ക്ലാസ് ആയിരുന്നു. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ല എനർജറ്റിക് ആയിട്ട് പ്രസന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തു. വെരി ഗുഡ്. താങ്ക് യു. തന്ന ഇൻഫർമേഷനൊക്കെ വാല്യുബിൾ ആണ്. താങ്ക് യു. താങ്ക് യു മാം. ഇത്രയും രാവിലെ ആണെന്നുള്ളൊരു ഫീലിംഗ് അഭിനയനെ കാണുമ്പോൾ തോന്നുന്നില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ പറഞ്ഞതൊക്കെ? എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. യെസ് മാം, താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് നന്നായിട്ട് ആയിരുന്നു മനസ്സിലായി. മാം. പിന്നെ ഒരു കാര്യം ക്ലിയർ ചോദിച്ചോട്ടെ? ആയിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഹോർമോണാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളത് ചെയ്ത് അതിപ്പോ കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷിംഗ് ആയിരിക്കില്ലേ? അത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് സെറട്ടോണിൻ ആണ് ഇൻക്രീസ് ആവുന്നത്. പക്ഷെ ഇത് എൻഡോർഫിനും എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ നല്ലതാണ് എന്നുള്ളതാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ ഡോപ്പമിൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കണക്റ്റഡ് ആണ്. പക്ഷെ കൂടുതലും സെറട്ടോണിൻ ആണ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. ഓക്കെ മാം, താങ്ക് യു. എല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? പലതിലും എല്ലാം തന്നെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ മാം, താങ്ക് യു.
താങ്ക് യു ആശം. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ ഇത്രയും വേഗം കഴിയുമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പറഞ്ഞു തന്നെ, പക്ഷെ എനിക്ക് ടെൻഷൻ ഉണ്ടായി, ഞാൻ കഴിയുമോ എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ട് വേഗം ഫാസ്റ്റ് ആക്കിയതാണ്. ഇല്ല, നന്നായിട്ട് നോർമൽ ഒരു സ്പീഡായിരുന്നു. എന്തായാലും നല്ലൊരു സബ്ജക്ട്. നമ്മുടെ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ അതെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാലോ, ഇപ്പൊ രാവിലത്തെ ക്ലാസ്സിന് ഭയങ്കര എഫക്റ്റീവ് ആണ് അല്ലെ നമ്മുടെ ബ്രെയിനൊക്കെ. അതെ. ആ ചിന്തകൾ ഇപ്പൊ ഇന്നലെ ആണെങ്കിലും എല്ലാ ദിവസവും ഓരോ ദിവസം ഓരോ ടോപ്പിക്കാണ്. അപ്പൊ നമുക്കത് അതെ. ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ലൈഫിന്റെ ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മള് നല്ലപോലെ സ്വാധീനിക്കും. ആക്ച്വലി നമുക്ക് ഏർലി മോർണിംഗിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, മീൻസ് ഇങ്ങനത്തെ അതെ, ക്ലാസ് കിട്ടുമ്പോൾ. അതുപോലെ തന്നെ അതെ. രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോഴൊക്കെ നമുക്ക് രാവിലെ പൊതുവെ എഴുന്നേറ്റ് കുളിക്കാനൊക്കെ ഇപ്പൊ മഴയൊക്കെ കാരണം നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അങ്ങനെ കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. രാവിലെ എഴുന്നേറ്റിട്ട് അപ്പൊ ഒക്കെ നമുക്ക് ശരിക്കും സെറട്ടോണിൻ ഒക്കെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. നല്ല തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതും മീൻസ് നമ്മൾ രാവിലെ കുളിച്ചാൽ നമുക്കൊരു റിഫ്രഷിംഗ് ഒരു വേറൊരു ഭയങ്കര ഒരു ഇത് തോന്നാറുണ്ട്. നല്ലൊരു എനർജി ഫീൽ ചെയ്യാറില്ലേ? രാവിലെ ശരിക്കും ഒരു 7 മണിക്ക് മുമ്പ് കുളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഞാനൊക്കെ ആക്ച്വലി 4:30-5 മണിയാകുമ്പോഴേക്കും കുളിക്കും. മീൻസ് മുടിയെല്ലാം ഉണങ്ങണം. ഞാൻ ജോലിക്ക് വന്നപ്പം കുളിക്കാനൊരു ബുദ്ധിമുട്ട്, പക്ഷെ കുളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എനർജി. അതെ അതെ. ആ ഫസ്റ്റ് വെള്ളം ഒഴിക്കാനായിരിക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക, പക്ഷെ അത് നല്ല രസമാണ് പിന്നെ അങ്ങോട്ട് കുളിച്ച് കഴിയുമ്പോ കിട്ടുന്നത്. ഇതൊരു ശീലമാക്കണം അല്ലേ? അതെ അതെ. താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? അടിപൊളിയായിരുന്നു കേട്ടോ പ്രസന്റേഷൻ. ഇന്നലെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു, പക്ഷെ അങ്ങനെ ഫസ്റ്റ് ടൈം എടുക്കണമെന്ന് ഒട്ടും തോന്നിയിരുന്നില്ല. അടിപൊളിയായിരുന്നു. പിന്നെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, ഫസ്റ്റ് ടൈം ഒന്നുമല്ല അല്ലേ? പിന്നെ ഓഫ്ലൈൻ എടുക്കലുണ്ട്, പക്ഷെ ഇത് ഈ രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു. ഫീൽ ഫുള്ള് ഒരു രാവിലെ എന്താ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ല പ്ലസന്റ് ആയിട്ട് തന്നെ ആയിരുന്നു, ഹാപ്പി ആയിട്ട് തന്നെ ആയിരുന്നു. താങ്ക് യു. ഇന്നത്തേക്കുള്ള എനർജി ആയെന്ന്. എല്ലാ എന്താണ് ഹാപ്പി ഹോർമോൺസ് ഉണ്ടായി അല്ലേ? അതെ അതെ അഭിന അതെ അതെ. ഓക്കെ.